മുണ്ടക്കൈ ദുരന്തഭൂമിയിൽ നിന്ന് സൈന്യത്തിന്റെ ഒരു വിഭാഗം മടങ്ങുകയാണ്. ദുരന്തഭൂമിയിലെ സേവനങ്ങൾക്ക് സൈന്യത്തിന് സർക്കാരും ജില്ലാ ഭരണകൂടവും നന്ദി അറിയിച്ചിട്ടുണ്ട്. അതേസമയം സൺറൈസ് വാലി കേന്ദ്രീകരിച്ചുള്ള തിരച്ചിൽ 10ാം ദിവസവും തുടരുകയാണ്. വിവരങ്ങളുമായി അർജുൻ PS-ഉം M മനോജും മിഥുൻ മുരളിയും ചേരുന്നുണ്ട്. ആദ്യം അർജുനിലേക്കാണ്. അർജുൻ, സൈന്യത്തിന്റെ ഒരു വിഭാഗം മടങ്ങുന്നു. എന്തായാലും തിരച്ചിൽ സൺറൈസ് വാലി കേന്ദ്രീകരിച്ച് ഇന്നും തുടരുകയാണ്. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട്? മടങ്ങുന്നു. വലിയ സന്തോഷത്തോടു കൂടിയാണ്, ചാരിതാർത്ഥ്യത്തോടു കൂടിയാണ് ഇത്തരത്തിൽ സൈന്യം ഇവിടെ നിന്നും മടങ്ങുന്നത്. തങ്ങളുടെ ദൗത്യം കൃത്യമായി പൂർത്തിയാക്കിയിരിക്കുന്നു. പരമാവധി തങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നതൊക്കെ ചെയ്തിരിക്കുന്നു. നാട്ടുകാർക്കുള്ള സേവനമടക്കം ചെയ്തിട്ടാണ് ആ സൈന്യം പോകുന്നത്. സൈന്യത്തിനെതിരാൻ തന്നെയും നമ്മുടെ ഓരോരുത്തരുടെയും ഒരു സല്യൂട്ട് നമ്മൾ അറിയിക്കുകയാണ്. അത്തരത്തിൽ വലിയ സേവനമാണ് സൈന്യം ചെയ്ത് ബെയിലി പാലമടക്കം നിർമ്മിച്ചുകൊണ്ട് ഇത്തരത്തിൽ ദുരന്ത ഭൂമിയിലേക്ക് കയറി ചെല്ലുവാൻ സൈന്യം കാണിച്ച ആ സന്നദ്ധത, അല്ലെങ്കിൽ അത്തരത്തിലുള്ള മറ്റുള്ള പ്രവർത്തകരെ അടക്കം മറ്റുള്ളവരെ അടക്കം എൻകറേജ് ചെയ്തുകൊണ്ട് ഇത്തരത്തിൽ ഈ ഒരു ദുരന്ത ഭൂമിയിലേക്ക് തങ്ങൾ കഴിയുന്നതെല്ലാം ചെയ്തുകൊണ്ട് സൈന്യം എത്തുന്ന കാഴ്ച വലിയ രീതിയിൽ തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. അത്തരത്തിൽ വലിയ രീതിയിൽ തന്നെ സൈന്യം ഈ ഒരു പ്രദേശത്തടക്കം തെരച്ചിൽ നടത്തിയിട്ടുണ്ട്. ആറ് വിഭാഗങ്ങളായി തിരിഞ്ഞുകൊണ്ടായിരുന്നു 2-3 ദിവസമായി സൈന്യമടക്കമുള്ളവർ ഈ തെരച്ചിൽ നടത്തിയിരുന്നത്. സൈന്യത്തിന്റെ കൂടെ തന്നെ പോലീസ്, ഫയർഫോഴ്സ് അതുപോലെ തന്നെയുള്ള വിഭാഗങ്ങൾ അടക്കം ഉണ്ടായിരുന്നു. മാത്രമല്ല സാധാരണ ജനങ്ങളടക്കം സൈന്യത്തിന്റെ ഒപ്പം ചേർന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. സൈന്യത്തിന്റെ സേവനം ഒരിക്കൽ പോലും നമുക്ക് വിസ്മരിക്കാൻ കഴിയാത്ത ഒരു സേവനമാണ് സൈന്യം ഈ ദുരന്ത ഭൂമിയിൽ നടത്തിയിട്ടുള്ളത്, അല്ലെങ്കിൽ ഈ പ്രദേശത്ത് നടത്തിയിട്ടുണ്ടായിരുന്നത്. ആദ്യമൊക്കെ വലിയ രീതിയിലുള്ള കുത്തൊഴുക്കുള്ള മലവെള്ളം ഒലിച്ചു വന്ന ആ സമയത്തൊക്കെ ആ ഒരു സാഹചര്യത്തിലടക്കം സൈന്യം വലിയ ബുദ്ധിമുട്ടിയായിരുന്നു അക്കരെ നിന്നും ആളുകളെ ചൂരൽമലയിലേക്ക് എത്തിച്ചിരുന്നത്. മുണ്ടക്കൈ ഭാഗത്തു നിന്നടക്കം ആളുകളെ ചൂരൽമലയിലേക്ക് എത്തിച്ചിരുന്നത്. വടം കെട്ടി, നദിക്ക് കുറുകെ വടം കെട്ടി അവിടെ നിന്നും ആൾക്കാരെ റെസ്ക്യൂ ചെയ്ത് ചൂരൽമലയിൽ കൊണ്ടുവരുന്ന സൈന്യത്തെയാണ് നമുക്ക് കാണുവാൻ സാധിച്ചത്. അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു രക്ഷാപ്രവർത്തനം ഇവിടെ നടന്നിരുന്നു. തെരച്ചിൽ ഇവിടെ നടന്നിരുന്നു. സൈന്യം വലിയ രീതിയിലുള്ള ഒരു തെരച്ചിലിന് കോപ്പുകൂട്ടുന്ന ഒരു കാഴ്ചയായിരുന്നു നമുക്കിവിടെ കാണുവാൻ സാധിച്ചത്. നമുക്ക് ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ സൈന്യത്തിന്റെ ഒരു വിഭാഗം ഇവിടെ നിന്നും പോയിരിക്കുന്നു. ഇനിയും ഒരു ചെറിയ വിഭാഗം ഈ ഒരു സ്ഥലത്തുണ്ട്. അവർ കൂടി അല്പസമയത്തിനകം അല്ലെങ്കിൽ ഇന്ന് മടങ്ങുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്ന റിപ്പോർട്ട്. എന്തിനാൽ തന്നെയും സൈന്യം നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ വിസ്മരിക്കാനാവാത്ത, ഒരിക്കലും നമുക്ക് മറന്നുകൂടാത്ത ഒരു സേവനം തന്നെയാണ് സൈന്യത്തിന്റെ ഭാഗത്തു നിന്നും നമുക്ക് ലഭിച്ചിരുന്നത്. ഹൃദയം കവർന്ന സൈന്യം മടങ്ങുന്നു. അതീവ ദുഷ്കരമായ ദൗത്യമായിരുന്നു. നമുക്കറിയാം ദുരന്തബാധിത മേഖലകളിൽ സൈന്യം ഏറ്റെടുത്തത് എന്നുള്ളത്. വിവരങ്ങൾ നൽകാൻ മനോജ് കൂടിയുണ്ട്. മനോജ്, എന്തായാലും സൈന്യത്തിന് ഉചിതമായ യാത്രയപ്പ് നൽകണം, അതിനൊരുങ്ങുകയാണ് സർക്കാർ. മാത്രമല്ല സർക്കാരും ജില്ലാ ഭരണകൂടം, ഒപ്പം തന്നെ നമ്മുടെ ഓരോരുത്തരുടെയും നന്ദിയുണ്ട് സൈന്യത്തിന് എന്നുള്ളത്. എന്തായാലും തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണല്ലോ. സൺറൈസ് വാലി കേന്ദ്രീകരിച്ചുള്ള തിരച്ചിൽ എങ്ങനെ തുടരുന്നു? എന്താണ് വിവരങ്ങൾ മനോജ്? 10 നാൾ നീണ്ട രക്ഷാ ദൗത്യം ഇപ്പോഴും സൺറൈസ് വാലി കേന്ദ്രീകരിച്ച് തുടരുകയാണെങ്കിൽ പോലും മുണ്ടക്കൈ ദുരന്തഭൂമിയിൽ നിന്ന് സൈന്യത്തിന്റെ ഒരു ഭാഗം മടങ്ങുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. ദുരന്തഭൂമിയിലെ സേവനങ്ങൾക്ക് സർക്കാരും ജില്ലാ ഭരണകൂടമൊപ്പം തന്നെ നാട്ടുകാർ ഓരോരുത്തരും, കേരളം ഒന്നാകെ തന്നെ സൈന്യത്തിന് നന്ദി അറിയിക്കുന്നുണ്ട്. സൺറൈസ് വാലി കേന്ദ്രീകരിച്ചുള്ള തിരച്ചിൽ 10ാം ദിവസവും തുടരുകയാണ്. അതീവ ദുഷ്കരമായ ദൗത്യമാണ് സൈന്യം ഏറ്റെടുത്തത്. വയനാട്ടിൽ നിന്ന് മടങ്ങുന്ന സൈന്യത്തിന് സർക്കാരും ജില്ലാ ഭരണകൂടവും യാത്രയയപ്പ് നൽകും. താൽക്കാലികമായി നിർമ്മിച്ച ബെയിലി പാലം മെയിൻ്റനൻസ് ടീം പ്രദേശത്ത് തുടരും. ഒപ്പം തന്നെ ഹെലികോപ്റ്റർ സെർച്ച് ടീമും അടുത്ത നിർദ്ദേശം വരുന്നതുവരെ തുടരും. 500 അംഗ സംഘമാണ് മടങ്ങുന്നത്. വിവരങ്ങൾ നൽകാൻ മനോജ് ഉണ്ട്. മനോജ്, ഈ തിരച്ചിൽ എങ്ങനെ പുരോഗമിക്കുന്നു? ലക്ഷ്മി, തിരച്ചിലിനായി ഒരു സംഘം അങ്ങോട്ടേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. ഈ സൺറൈസ് വാലി അതുപോലൊപ്പം തന്നെ സൂചിപ്പാറ, പോത്തുകല്ല് മുതലുള്ള മേഖലകൾ ആണ് ഈ തിരച്ചിൽ നടക്കുന്നത്. ഇതിനുവേണ്ടി ഹെലികോപ്റ്ററിലാണ് സംഘം ഈ കൽപ്പറ്റയിൽ നിന്നും അങ്ങോട്ടേക്ക് പോയിട്ടുള്ളത്. അതിന് നേതൃത്വം നൽകുന്നത് ഈ സൈനിക ഉദ്യോഗസ്ഥരായിരുന്നു. അതോടൊപ്പം തന്നെ സൈനികരും മറ്റ് വിവിധ വിഭാഗങ്ങളായി തിരിച്ചുകൊണ്ട് സംയുക്തമായിട്ടുള്ള തിരച്ചിലാണ് നടക്കുന്നത്. അതോടൊപ്പം തന്നെ പതിവ് രീതിയിൽ ഈ മുണ്ടക്കൈ മേഖലയിലും ചൂരൽമല മേഖലയിലുമൊക്കെ തിരച്ചിൽ നടക്കുന്നുമുണ്ട്. അതേസമയമാണ് ഈ സൈനികരുടെ എഞ്ചിനീയറിംഗ് വിഭാഗം അവരുടെ പാലം നിർമ്മാണം അത് പൂർത്തിയാക്കി, വിജയകരമായി തന്നെ പൂർത്തിയാക്കി. അതിൻ്റെ ഈ അഭിനന്ദനങ്ങളൊക്കെ തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഏറ്റുവാങ്ങി. അതോടൊപ്പം ഈ കളക്ടറൊക്കെ അതിന് ആ ഒരു ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. ഈ കളക്ടറേറ്റിലാണ് ഇപ്പോൾ
അല്പസമയത്തിന് മുമ്പ് ഇവർക്കുള്ള അഭിനന്ദനങ്ങൾ നൽകി അവരെ യാത്രയാക്കുന്നത്. എന്തായാലും ഈ ഒരു പ്രവർത്തനത്തിൽ ഏർപ്പെട്ടുകൊണ്ട് ആദ്യഘട്ടം മുതൽ തന്നെ സൈന്യം നിരവധി പേരുടെ ജീവനാണ് രക്ഷിച്ചെടുത്തത്. അത്തരത്തിൽ ആ ഒരു അതിസാഹസികമായിട്ടുള്ള രക്ഷാപ്രവർത്തനം സൈന്യം വന്നതോടുകൂടി ഇവിടെയുള്ള ജനങ്ങൾക്കും ആത്മവിശ്വാസം കൂടുതലായി. അതോടൊപ്പം തന്നെ മറ്റ് വിഭാഗങ്ങളും ചേർന്ന് നിന്നുകൊണ്ടാണ് ഈ ഒരു രക്ഷാപ്രവർത്തനം നടത്തിയത്. അതേസമയം തന്നെ ഈ തിരച്ചിൽ അത് ഇരു വെള്ളച്ചാട്ടങ്ങളുമുണ്ട്. ഇത് കേന്ദ്രീകരിച്ച് സൺറൈസ് വാലി കേന്ദ്രീകരിച്ച് നടത്തുന്ന തിരച്ചിലാണ്. കഴിഞ്ഞ ദിവസം ഇവിടെ നിന്നും ഒരു ശരീരഭാഗം കിട്ടിയിരുന്നു. കൃത്യമായും അത് കേന്ദ്രീകരിച്ച് കൂടുതൽ തിരച്ചിൽ നടത്തിയാൽ കൂടുതൽ മൃതദേഹങ്ങളോ അല്ലെങ്കിൽ ശരീരഭാഗങ്ങളോ ലഭിക്കുമെന്ന് തന്നെയാണ് അറിയിച്ചിരുന്നത്. അതിനോടനുബന്ധിച്ചാണ് ഇത്തരത്തിൽ വ്യോമമാർഗം അങ്ങോട്ടേക്ക് ഈ ദൗത്യസംഘം എത്തിയിരിക്കുന്നത്. എന്തായാലും തിരച്ചിൽ ആരംഭിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് ലഭിക്കുന്ന വിവരം. ഈ മേഖലയിൽ തിരച്ചിൽ നടത്തുന്നതോടുകൂടി ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ചൂരൽമലയിൽ നിന്നും മുണ്ടക്കയിൽ നിന്നുമൊക്കെ വന്ന മൃതദേഹം ചാലിയാറിൽ നിന്നും കണ്ടെടുത്ത ഒരു സാഹചര്യമുണ്ടായി. അതുകൊണ്ട് തന്നെ ഈ സൂചിപ്പാറ പോത്തുകല്ല് മേഖലകൾക്ക് ഇടയിലുള്ള വനമേഖലയാണ്. ഇവിടേക്ക് മനുഷ്യർക്ക് കടന്നു ചെല്ലുവാനുള്ള പ്രയാസമുണ്ട്. കൂടുതലായും മറ്റ് റോഡ് മാർഗമോ അല്ലെങ്കിൽ മറ്റ് മാർഗങ്ങളിലൂടെ പോകുവാൻ സാധ്യമല്ലാത്ത ഇടത്താണ് ഹെലികോപ്റ്ററിലൂടെ ഈ ദൗത്യസംഘം അവിടേക്ക് എത്തിയിരിക്കുന്നത്. അവിടെയുള്ള തിരച്ചിൽ പുരോഗമിക്കുകയാണ്. അത് കേന്ദ്രീകരിച്ച് നടക്കുന്ന തിരച്ചിലിൽ കൃത്യമായും ആ ഒരു വെള്ളച്ചാട്ടങ്ങളിലൊക്കെ തന്നെ അവിടെയൊക്കെ തന്നെ മൃതദേഹങ്ങൾ അടിഞ്ഞുകൂടുവാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ്. സമീപത്തുള്ള ആളുകളൊക്കെ ഈ ദുർഗന്ധമുണ്ട് എന്നുള്ള കാര്യമൊക്കെ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ പരിശോധന നടത്തിയിരുന്നു. ഈ പുഴയോരങ്ങളിൽ തങ്ങി നിൽക്കുന്ന നിലയിൽ വിവിധയിടങ്ങളിൽ നിന്നായി ശരീരഭാഗങ്ങളും മൃതദേഹങ്ങളും ഒക്കെ കണ്ടെത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ മേഖല കേന്ദ്രീകരിച്ച് പരിശോധന ഊർജിതമാക്കുവാൻ തന്നെയാണ് തീരുമാനം. അതിൽ തന്നെ വനംവകുപ്പിന്റെ സഹായത്തോടു കൂടിയാണ് ഈ വനമേഖലകളിലുള്ള തിരച്ചിൽ. കൃത്യമായും അവിടേക്കുള്ള വഴിയും മറ്റു കാര്യങ്ങളുമൊക്കെ തന്നെ വനം വകുപ്പിലെ അവിടെയുള്ള ജീവനക്കാർ ചേർന്ന് കാണിച്ചു കൊടുക്കുന്നത്. അതിനു പിന്നാലെ സൈന്യവും മറ്റ് വിഭാഗങ്ങളും ചേർന്ന് സംയുക്തമായൊരു പരിശോധന നടത്തുന്നു. ഇതിൽ ലഭിക്കുന്ന മൃതദേഹ അല്ലെങ്കിൽ ശരീരഭാഗങ്ങളുടെ സാമ്പിളുകൾ എടുത്തുകൊണ്ട് അത് DNA പരിശോധനയ്ക്ക് അയക്കുന്നു. ഇങ്ങനെയാണ് ഈ ഒരു പരിശോധന പുരോഗമിക്കുന്നത്. ഇനിയും നിരവധി ആളുകളെ കണ്ടുകിട്ടാനുണ്ട്. അവർക്ക് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ തന്നെയാണ് ഈ മേഖല കേന്ദ്രീകരിച്ച് നടത്തുന്നത്. ഈ മുണ്ടക്കൈ, ചൂരൽമല, അതിനുശേഷം ഈ മറ്റ് മേഖലകളിലൊക്കെ അടിഞ്ഞുകൂടിയിട്ടുള്ള മൃതദേഹങ്ങൾ, അതായത് ഈ പുഴയോരത്തൊക്കെ അടിഞ്ഞുകൂടിയിട്ടുള്ള മൃതദേഹങ്ങൾ നേരത്തെ തന്നെ കണ്ടെത്തിയിരുന്നു. ഇനി പരിശോധന കൂടുതൽ എത്താത്ത മേഖലകളിലേക്കാണ് ഈ ദൗത്യസംഘം പുറപ്പെട്ടിട്ടുള്ളത്. പ്രയാസകരമായിട്ടുള്ള ഒരു സഞ്ചാരമാണ് അങ്ങോട്ടേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ ഹെലികോപ്റ്റർ വഴിയാണ് ഈ ദൗത്യസംഘം 2 ടീമുമായി പോയിട്ടുള്ളത്.